ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. അത് ഈ logo.com ആണ്. ഇതിനെ ഗൂഗിൾ ബ്രൗസറെടുത്ത് നമുക്ക് അടിക്കാം. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് ഇതിനെ ലോഗിൻ ചെയ്യണം. ഇല്ലാത്തവർ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൂടുതലൊന്നും ചെയ്യേണ്ട, ഗൂഗിൾ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കത്തില്ല. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഇപ്പം വരും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമുക്കിതിനകത്ത് ലോഗോ ഡിസൈൻ ചെയ്യാം, ബിസിനസ് കാർഡ്, സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈലുകൾ, അതുപോലെ ഹെഡർ ഡിസൈന്, ഇൻവോയ്സ് ഡിസൈന്, ഇമെയിൽ സിഗ്നേച്ചർ, ചെറുതും വലുതായിട്ടുള്ള നമ്മുടെ സിംഗിൾ മൾട്ടി പേജ് വെബ്സൈറ്റ്, ഇതിൻ്റെയൊക്കെ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പലതും നമുക്ക് പെയ്ഡാണ്. നമുക്ക് ലോഗോ 25 ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് ലോഗോയുടെ ഒരു ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഈ അക്കൗണ്ട്സിൻ്റെ ഇൻഫോർമേഷൻ്റെ അവിടെ ചെന്നിട്ട് ലോഗോസ് എന്ന് പറഞ്ഞതിനകത്ത് ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ന്യൂ ലോഗോ എന്ന് പറഞ്ഞുള്ള ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് കമ്പനിയുടെ പേര് കൊടുക്കാം. നമുക്കൊരു ഭാരത് എന്ന് കൊടുക്കാം. ഇതിൻ്റെ സ്ലോഗൻ വേണം നമുക്ക്. നെക്സ്റ്റ് അടിച്ചു. നമുക്ക് ഇൻഡസ്ട്രി ഒന്നുമില്ല, സ്കിപ്പ് അടിക്കാം. നമുക്ക് ഇതിനകത്ത് കളർ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഈ ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ അടിച്ചു. അപ്പം ഈ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ നമുക്കൊരു ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്ന കളർ നമുക്ക് ഐക്കൺ വേണം അല്ലെങ്കിൽ ഐക്കൺ വേണ്ട എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് കീവേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇമേജ് ഇവിടെ എടുത്തുകൊണ്ട് വരും. നമുക്ക് ഇന്ത്യ എന്ന് അടിച്ചു നോക്കാം. കീവേഡ് ഇവിടെ എടുത്തില്ല, നോക്കാം. കണ്ടിന്യൂ. ഫസ്റ്റ് നമുക്കിതുപോലെ കുറേ ചോയ്സ് അവിടെ ഉണ്ട്. ഇമെയിൽ നമുക്ക് നമ്മുടെ പേര് മാറ്റാം, സ്ലോഗൻ മാറ്റാം, ഐക്കൺ വേണോ വേണ്ടോ അതൊന്നും കൂടി നമുക്ക് ചെയ്യാം. കീവേഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കീവേഡ് അത് വന്നിട്ടില്ല. കീവേഡ് ഇവർ എടുത്തില്ല, കുഴപ്പമില്ല. നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ടുള്ളൊരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇത് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഏത് സെലക്ട് ചെയ്യുന്നു അത്രയും ഇവർ ചോയ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു ഈ ഒരു ഇമേജ് എടുക്കാം. ഇനി ഇതിൻ്റെ കസ്റ്റമൈസേഷനാണ്. കസ്റ്റമൈസേഷൻ നമുക്കിവിടെ ലേഔട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ പേര് നമുക്കിവിടെ മാറ്റാം, ഐക്കൺ നമുക്ക് മാറ്റാം. ഈ ഐക്കൺ ഇത് കാനഡ എന്തോ ആണ്, നമുക്ക് ഇന്ത്യ ആക്കാം. ഭാരതീയർക്ക് അറിയില്ല. ഇന്ത്യയുടെ നമുക്ക് ഈ ഒരു മാപ്പ് എടുക്കാം. ഇത് മാറ്റി ഈ കളർ നമുക്ക് ഐക്കൺ കളർ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഡു ചെയ്യാം. ഇതുപോലെ കളർ ലേഔട്ട് കണ്ടെയ്നർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ ഭാരത്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനൊരു സിമ്പിളായിട്ടുള്ള എടുക്കാം. ഇനി നമുക്ക് പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിവ്യൂ കാണാം. അതുപോലെ കളേഴ്സ് നമുക്കിതൊക്കെ മാറ്റി നോക്കാം കേട്ടോ. ഇനി വേണ്ടെന്ന് നമുക്ക് അൺഡു ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇവിടെ മാറ്റാൻ വേണമെങ്കിൽ ഡാർക്ക് ബ്ലൂ ആക്കാം. ഐക്കണിൻ്റെ കളറ് ലേഔട്ട് നമുക്കിതിനകത്ത് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണ്ടിന് ഓപ്ഷനുണ്ട്. ഈ ഒരു താരതാണ് വേണ്ടെങ്കിൽ ഉള്ള ഓപ്ഷൻ അത് കറക്റ്റ് ഇതിൽ തന്നെ 3 ഓപ്ഷനുള്ള ശീല ഇതന്നെ എടുക്കാം. വേറെ ചോയ്സ് ഉണ്ട്. ഇനി സ്ലോഗൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. റേറ്റിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ലൈറ്റായിട്ട് വേണം. ഇത് തന്നെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അപ്പം ഐക്കണിൻ്റെ കാര്യം ചോദിക്കുകയാണ്. ഐക്കൺ ഓക്കെയാണ്. ഇത് ലോഗോ നമുക്ക് ക്ലിയറായി. ഗെറ്റ് യുവർ ലോഗോ. നമുക്കിവിടെ ഐക്കൺ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ PCC ആണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലോഗോ സെഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിത് എല്ലാ റെസൊല്യൂഷനിലുള്ളതും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സിപ്പ് ഫയലായിട്ട്. അതുപോലെ ഇത് ലോ റെസൊല്യൂഷനാണ്. ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇതും ഡൗൺലോഡ് ചെയ്യാം.
ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായിട്ടുള്ള. ഇത് ഇമേജ് വലുതായിരിക്കും. നമുക്ക് ചെറുതാക്കണമെങ്കിൽ നമ്മളേതായ എന്തെങ്കിലും ടൂള് വെച്ച് ചെയ്യണം, കാരണം അത് പെയ്ഡാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.